എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് ശ്രീമദ് നാരായണീയത്തിലെ ദശകം 41 പൂതനാ ദേഹദഹനവും ശ്രീകൃഷ്ണ ജന്മോത്സവവുമാണ്. കഴിഞ്ഞ ദശകത്തിൽ ഭഗവാനെ കൊല്ലാനായി കംസൻ അയച്ച പൂതന എന്ന രാക്ഷസിയെക്കുറിച്ചും ഒടുവിൽ ഭഗവാൻ തന്നെ പൂതനയ്ക്ക് മോക്ഷം നൽകുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഈ ദശകത്തിൽ പൂതനയുടെ ഭീമാകാരമായ ശരീരത്തെ ദഹിപ്പിച്ചതിനെക്കുറിച്ചും ഭഗവാന്റെ ശരീരസ്പർശമേറ്റ് അവളുടെ ശരീരം സുഗന്ധപൂരിതമായി മാറിയതിനെക്കുറിച്ചും കൂടാതെ ഭഗവാന്റെ ജനനം ഗോകുലത്തിൽ ഉത്സവമായി ആഘോഷിക്കുന്നതിനെക്കുറിച്ചുമാണ് വിശദീകരിക്കുന്നത്. നമുക്ക് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാം. ഗോകുലനാഥനായ നന്ദഗോപൻ വസുദേവൻ പറഞ്ഞതിനെ കേട്ടിട്ട് ഭയമാർന്ന ഹൃദയത്തോടെ വഴിയിൽ കൂടി നടന്നു പോരുമ്പോൾ വൃക്ഷങ്ങളെയെല്ലാം മറിച്ച് വീഴ്ത്തിക്കൊണ്ട് കിടക്കുന്ന ഏതോ ഒരു വസ്തുവിനെ കണ്ടിട്ട്, അതായത് പൂതനാ ശരീരത്തെ കണ്ടിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു എന്നാണ് 1-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ വ്രജേശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നന്ദഗോപനെയും ശൗരി എന്ന് പറഞ്ഞിരിക്കുന്നത് ശൂരസേനൻ്റെ പുത്രനായ വസുദേവനെയുമാണ്. മധുരയിൽ ചെന്ന നന്ദഗോപനോട് ഗോകുലത്തിൽ ആപത്തുകൾ ഉണ്ടാവുമെന്ന് വസുദേവൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അത് കേട്ട് വളരെ പേടിച്ചിട്ടാണ് നന്ദഗോപർ ഗോകുലത്തിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ പൂതനയുടെ ശരീരം കണ്ട നന്ദഗോപർ പെട്ടെന്ന് തന്നെ ഭഗവാനെ അഭയം പ്രാപിച്ചു, ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഗോപികമാർ പറഞ്ഞു കേട്ട വൃത്താന്തം കേട്ടറിഞ്ഞിട്ട് ഗോപന്മാരെല്ലാവരും ഭയത്താലും ആശ്ചര്യത്താലും സമ്മൂഢചിത്തരായി തീർന്നു. പിന്നീട് ഭഗവാനാൽ വീഴ്ത്തപ്പെട്ട പൈശാചിക ശരീരത്തെ മഴുകൊണ്ട് വെട്ടിമുറിച്ച് വളരെ ദൂരെയായി ദഹിപ്പിച്ചു. ഇതാണ് ശ്ലോകം 2ൻ്റെ അർത്ഥം. പൂതനയുടെ അലർച്ച കേട്ട് ഓടിയെത്തിയ ഗോപന്മാർ ഈ ഭീകരരൂപം കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ ഗോപികമാർ എന്താണ് സംഭവിച്ചതെന്ന് ഗോപന്മാരോട് പറയുകയും അത് കേട്ട് ഗോപന്മാരെല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം നിന്നുപോയി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാണ് ഈ ഭീകര ശരീരത്തെ ദഹിപ്പിക്കാൻ വേണ്ടി മഴുകൊണ്ട് വെട്ടിമുറിച്ച് പല ഭാഗങ്ങളാക്കി മാറ്റി ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കുന്നത്. ഭഗവാൻ പാനം ചെയ്ത നിമിത്തം പരിശുദ്ധമായി തീർന്ന സ്ഥലങ്ങളെ വഹിക്കുന്ന അവളുടെ ശരീരത്തിൽ നിന്ന് ഉത്ഗമിച്ച് വളരെ ഉയർന്നു പൊങ്ങിയ ധൂമപടലം ഇത് അകിലിൻ്റേതാണോ ചന്ദനത്തിൻ്റേതാണോ അല്ലെങ്കിൽ ഗുൽഗുലുവിൻ്റേതായിരിക്കുമോ എന്നിങ്ങനെയുള്ള സംശയത്തെ ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്തു. ഇതാണ് ശ്ലോകം 3ൻ്റെ അർത്ഥം. ഇവിടെ വിഷപ്പാലാണെങ്കിൽ കൂടെ ഭഗവാന് പാൽ കൊടുത്തതുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ഉയർന്ന പുകപടലം വളരെയധികം സുഗന്ധപൂരിതമായിരുന്നു എന്നാണ് പറയുന്നത്. അത് അകിലിൻ്റേതാണോ ചന്ദനത്തിൻ്റേതാണോ ഗുൽഗുലുവിൻ്റേതാണോ എന്നിങ്ങനെ ഗോപന്മാർക്ക് സംശയമുണ്ടായി തീർന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഗുൽഗുലു എന്ന് പറയുന്നത് ശാലമരമാണ്. ശാലമരം എന്ന് പറയുന്നത് ഭാരതത്തിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. ദേവധൂപം എന്നും പേരുണ്ടതിന്. എൻ്റെ അംഗസമ്പർക്കത്തിൻ്റെ ഫലം വിദൂരമല്ല, നിങ്ങൾക്കും താമസിയാതെ തന്നെ അനുഭവപ്പെടും എന്നിപ്രകാരം ആ ഉത്തമന്മാരായ ഗോപന്മാരെ അറിയിക്കുന്ന പോലെ ഭഗവാൻ പൂതനയെ സുഗന്ധിയാക്കി തീർത്തു എന്നാണ് 4-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ചെയ്തത് തെറ്റാണെങ്കിലും ഭഗവാന് പാൽ കൊടുത്തതുകൊണ്ട്, ഭഗവാനുമായിട്ട് സമ്പർക്കത്തിൽ വന്നതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം പൂതനയ്ക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് പൂതനയ്ക്ക് ഇത്രയും സുഗന്ധമുണ്ടായത് എന്നും പൂതനയ്ക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായത് എന്നും പറയുന്നു. ഭഗവാനോട് ഇനി സമ്പർക്കത്തിൽ വരാൻ പോകുന്നത് ഗോപന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഗോപന്മാർക്ക് അതിൻ്റെ ഫലം വിദൂരമല്ല എന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ പറയും. ഇത് ഭക്തന്മാർക്കുള്ളൊരു സന്ദേശമാണ്. ഈ പിശാചിനാൽ ബാലകൻ കൊല്ലപ്പെട്ടില്ല, വലിയ ആശ്ചര്യം തന്നെ. ഇത് വസുദേവനാൽ മുൻകൂട്ടി തന്നെ പറയപ്പെട്ടത് അത്ഭുതമായിരിക്കുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഗോപന്മാർ അങ്ങയുടെ കോമളവദനത്തെ കൺകുളിരെ നോക്കിയതിൽ ഉണ്ടായ ആനന്ദരസത്തിൽ നിമഗ്നരായി പോയി എന്നാണ് 5-ാം ശ്ലോകത്തിൽ പറയുന്നത്. രാക്ഷസിയായ പൂതന ശ്രമിച്ചിട്ടും ഉണ്ണിക്കണ്ണനെ കൊല്ലാനായില്ല. വലിയ ആശ്ചര്യമാണ് എന്നാണ് ഗോപികൾ പറയുന്നത്. അതുകൂടാതെ വസുദേവൻ
നന്ദഗോപരോട് ഇത് മുൻകൂട്ടി തന്നെ പറഞ്ഞത് എങ്ങനെയാണ്? അത്ഭുതമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോപന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതപ്പെടുമ്പോഴും ഭഗവാന്റെ കോമളവദനത്തെ കണ്ടപ്പോഴുണ്ടായ ആനന്ദരസത്തിൽ നിമഗ്നരായിപ്പോയി എന്നാണ് പറയുന്നത്. അതിൽ പിന്നെ നാൾക്കുനാൾ വർദ്ധിച്ചു വന്ന സ്ത്രീയോട് കൂടിയതും ക്ഷയമില്ലാത്ത ശുഭകർമ്മങ്ങളോട് കൂടിയതുമായ ഈ ഗോകുലം, അല്ലയോ വാസുദേവ, ഭഗവാന്റെ അധിവാസ നിമിത്തം ആനന്ദ പരിപ്ലുതമായി എങ്ങും പരിശോഭിച്ചു എന്നാണ് 6-ാം ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് ഉണ്ണിക്കണ്ണൻ വളരും തോറും വർദ്ധിച്ചു വന്ന ലക്ഷ്മി ചൈതന്യമുള്ളതായി തീർന്നു ഗോകുലം. കൂടാതെ കണ്ണന് വേണ്ടിയിട്ട് ചെയ്യാത്ത ശുഭകർമ്മങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ അധിവാസം കാരണം ഗോകുലം ആനന്ദഭരിതമായി തീർന്നു എന്നാണ് പറയുന്നത്. ദിവസം തോറും സ്വഭവനങ്ങളിൽ ഗൃഹകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലുടൻ ഭഗവാനെ കാണാൻ വേണ്ടി വന്നു ചേരുന്ന യുവതികൾ അങ്ങയുടെ കമനീയ വിഗ്രഹത്തെയും മന്ദഹാസ മാധുര്യത്തെയും പറ്റി പറഞ്ഞു രസിക്കുന്നതിൽ ആസക്തകളായി അത്യധികം ആനന്ദിച്ചു. ശിശുവായിരുന്നിട്ടുകൂടി ഭഗവാൻ ഗോപികമാരുടെ എല്ലാം മനം കവർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സ്വഭവനങ്ങളിലെ പണികളെല്ലാം തീർന്നതിന് ശേഷം എല്ലാവരും യശോദയുടെ ഭവനത്തിലേക്ക് കണ്ണനെ കാണാനും കണ്ണൻ്റെ ചിരി കാണാനുമായി ഒത്തുകൂടിയിരുന്നത്. ഉണ്ണി എന്നെ തന്നെയാണ് നോക്കുന്നത്, ഭാഗ്യം തന്നെ, എന്നെ നോക്കി തന്നെയാണ് ചിരിക്കുന്നത്, എൻ്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞ് കൈനീട്ടിക്കൊണ്ട് ഗോപസ്ത്രീകൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. ഭഗവാന്റെ വിഷയത്തിൽ ഗോപസ്ത്രീകൾ ഇനി എന്താണ് ചെയ്യാത്തത് എന്നാണ് ഭട്ടതിരിപ്പാട് ശ്ലോകം 8 ചോദിക്കുന്നത്. ഇവിടെ ഉണ്ണിക്കണ്ണനായ ഭഗവാനെ എടുക്കുവാനും കളിപ്പിക്കുവാനും ഗോപികമാർ തമ്മിൽ മത്സരിക്കുന്നു. കൂടാതെ ഭഗവാന് തന്നോടാണ് കൂടുതൽ പ്രിയം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും അവർ നടത്തുന്നു. അതുകൊണ്ടാണ് എന്നെ നോക്കിയാണ് കണ്ണൻ ചിരിക്കുന്നത് എന്ന് ഗോപികമാർ പറയുന്നത്. ഭഗവാന്റെ തിരുമേനിയെ സ്പർശിക്കുവാനുള്ള കൗതുകം നിമിത്തം ഗോപികമാരിൽ നിന്നും ഗോപികമാരിലേക്ക് നയിക്കപ്പെട്ട ഉണ്ണിക്കണ്ണനെ വണ്ടിനോട് ഉപമിച്ചിരിക്കുന്നു. എങ്ങനെ? ചെന്താമരമാലയിൽ ഓരോ താമരപ്പൂവിലും പാറിപ്പറന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിനോട് ഉപമിച്ചിരിക്കുന്നു. അതായത് ഭഗവാന്റെ കോമള രൂപത്തെ സ്പർശിക്കാനുള്ള ആഗ്രഹം നിമിത്തം ഗോപികമാർ ഓരോരുത്തരും മത്സരിച്ച് ഭഗവാനെ കയ്യിലെടുത്ത് കൈമാറി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് താമരമാലയിൽ താമരയിൽ പറന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിനെ പോലെയാണ് ഭഗവാനെ ഇവിടെ ശ്ലോകം 9 ഭട്ടതിരിപ്പാട് ഉപമിച്ചത്. മടിയിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ മുലയൂട്ടുന്നവളും ഓമന മുഖം നോക്കി മന്ദഹാസം പൊഴിക്കുന്നവളുമായ യശോദാദേവി ഏതൊരവസ്ഥയെ പ്രാപിച്ചില്ല. അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് 10-ാം ശ്ലോകത്തിൽ അപേക്ഷിക്കുന്നത്. ഇവിടെ ഗോപികമാർ ഉണ്ണിക്കണ്ണനെ എടുക്കുവാനും ലാളിക്കുവാനും കളിപ്പിക്കുവാനും വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ യശോദാദേവിയോ കണ്ണനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു, ആ ഓമന മുഖം നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രയും ഒരു സൗഭാഗ്യം വേറെ എന്ത് കിട്ടാനാണ് എന്നുള്ള രീതിയിലാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. അതായത് യശോദാദേവി എത്ര ധന്യയാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ദശകം മുഴുവനായി ചൊല്ലിപ്പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 41 പൂതന ദേഹദഹനവും ശ്രീകൃഷ്ണ ജന്മോത്സവവും. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്രജേശ്വര ശൗരി വചോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേതാ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. നിശമ്യ ഗോപീ വചനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്താ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേധ കുടാരകൃത്തം. ത്വത്പീതഭൂതസ്തനതത്ശരീരാത് സമുച്ചലന്നുച്ചതരോ ഹി ധൂമാ ശങ്കാമദാത് ആഗരവക്കിമേഷ
കിം ചാന്തനോ ഗൗൽഗുലബോധവേദി മദംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമപി സ്യാത് ഇത്യുല്ലഭൻ വല്ലഭതല്ലജേഭ്യാ ത്വംഭൂതനാമാദനുദാസുഗന്ധീം ചിത്രം പിശാചാനഹതകുമാരാ ചിത്രം പുരൈവാ കതിശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേന്യമാങ്ക്ഷീത് ദിനേ ദിനേഥ പ്രതിവൃദ്ധലക്ഷ്മീ അക്ഷീണമാംഗല്യശതോ വ്രജോയം ഭവന്നിവാസാത് അയി വാസുദേവ പ്രമോദസാന്ദ്രപരിതോ വിരേജേ ഗൃഹേഷു തേ കോമളരൂപഹാസാ മിഥഃ കഥാ സങ്കുലിതാ കമന്യാ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗത പ്രത്യഹമത്യനന്ദൻ അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹേഹി മാമിത്യുപസാര്യ പാണി ത്വയീശ കിം കിം ന കൃതം വധൂഭിः ഭവദ്വപുസ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാലാ വ്യാലംബിലോലംബതുലാമലാസി നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാമിശോദ കഥമാം ന ഭേജേ സതാദൃശ പാഹി ഹരേ ഗതാത്മാ ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.